ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജലജനെയും അബീനെയാണ്. ഇപ്പം നീ സാധാരണ സ്റ്റാഫായിട്ട് അതപ്പതിച്ചിരിക്കാം, അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവും. അതിനു മുൻപ് നിൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ ചവിട്ടി പുറത്താക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടും അതൊന്നും നടക്കുന്നില്ലമ്മേ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കളയാൻ പറ്റണില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അബി ആകെ അപ്സെറ്റായിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ജലജ ഇനി ചിന്തിക്കുകയാണ്, ഇനി അടുത്ത് എന്ത് പണിയാണ് ഇനി അവൾക്കോട്ട് കൊടുക്കാൻ പറ്റുക എന്ന്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ ദേവി അനിയുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നയനി അവിടെ നിൽപ്പുണ്ട് കിച്ചണിൽ നിന്ന് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നയന. ദേവേനെ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മയോട്, അമ്മേ, കൊച്ചുമക്കൾ ഒരു ബാധ്യതയായി തീരും, കുടുംബത്തിന് ശാപമായി മാറുമെന്ന ഒരു വിചാരമുണ്ടോ? നിൻ്റെ മരുമോളുടെ കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല ദേവേനി, പക്ഷേങ്കിൽ നവ്യയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശം വന്നു കേട്ടോ. അപ്പോൾ അവളുടെ ചേച്ചിയെ കൊണ്ടോ? അതെ ദേവയാനി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അതാണ് ഏറ്റവും വലുത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞ്. അതുകൊണ്ട് നവ്യെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഇപ്പം തൽക്കാലം പറയാൻ പാടില്ല. അമ്മേ, അവളും അത് ശ്രദ്ധിക്കണ്ടേ? അവൾ ചെയ്യുന്നതൊക്കെ തെറ്റാ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അവക്കില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പം പിന്നെ നമ്മളും എല്ലാം അനുവദിച്ചു കൊടുക്കണമെന്നാണോ അമ്മ പറയണത്? ഞാനും അമ്മയും ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരല്ലേ അമ്മേ നമ്മൾ? നമ്മുടെ വയറ്റിലെ ഒരു കുഞ്ഞുള്ളപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെക്കുറിച്ച് മാത്രമല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്താ ശരിയല്ലേ? ഇവളാ കുഞ്ഞിനെ കളയുന്ന പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ആദർശിൻ്റെ മുത്തശ്ശൻ ഇവിടുന്ന് മാറി നിന്നത് നന്നായി എന്ന് പറയാണ്. ഇതൊക്കെ കണ്ടാൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല, സഹിക്കാനേ കഴിയില്ല. പിന്നെ ആ ഗോവിന്ദനും കനകയും കരയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അതാ ഏറ്റവും വലിയ സങ്കടം. പക്ഷേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിൽ പോലും അവളെ സ്പർശിച്ചിട്ടില്ല. അതാ ഏറ്റവും വലിയ സങ്കടം. ആരെന്ത് പറഞ്ഞാലും അവൾ പറയുന്നതാ ശരി, അവൾ പറയുന്നതാ ന്യായം. ഇപ്പം ഇവിടെ ഒരുത്തി അങ്ങനെ ഉണ്ടല്ലോ അമ്മേ, ജലജ. അവളുടെ മോനും അതുകൊണ്ട് വഴിതെറ്റിപ്പോയി. അത് കാരണമാ ഇപ്പം കനകയുടെയും ഗോവിന്ദൻ്റെയും മക്കള് ഈ വീട്ടിലേക്ക് കയറിയത്. അല്ലാതെന്താ? അതൊക്കെ എന്തിനാ ഇനി പറയുന്നത് ദേവയാനി? അതൊക്കെ വിട്ടുകളാം. പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലമ്മേ, അവൾ ജലജയുടെ മറ്റൊരു പതിപ്പാ. പിന്നെ അവൾക്ക് ജനിക്കുന്ന ആ കുഞ്ഞിനെ എങ്ങനെയായിരിക്കും വളർത്തുക? അതമ്മ ചിന്തിച്ചോ? ഇത് ഈ കുടുംബത്തിൻ്റെ ചിട്ടകൾക്കനുസരിച്ചായിരിക്കുമോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ആദർശ് വരുന്നത്. ആദർശ് ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ഓഹോ, അവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചു ആദർശിനോട്. എന്തായാലും നിൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ വിശേഷങ്ങൾ പറയായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ദേവയാനി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ആദർശ് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിട്ട്, മോനെ, അവൾ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ എന്ന് പറഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിക്കാനായിട്ട് ഒരാൾ വിചാരിച്ചാൽ മതി. മൊത്തം എനിക്ക് പേടിയുണ്ട് മോനെ, എനിക്കെന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട് എന്ന് പറഞ്ഞു മുത്തശ്ശി. ആദർശ് മുത്തശ്ശീന്ന് വിളിച്ചു. മുത്തശ്ശി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പം നയന ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. നയന കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്നു. ആദർശ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ, എന്നെപ്പോലെ തന്നെ നീയും എല്ലാം കേട്ടോണ്ട് നിൽക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പം നയന ഒന്നും മിണ്ടിയില്ല കേട്ടോ. പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ, ഇനി പറയണ്ടല്ലോ. ഈ ലോകത്തുള്ള എല്ലാവർക്കും തെറ്റായി തോന്നുന്നത് നവ്യയ്ക്ക് മാത്രം എന്താ ഇത്ര ശരിയായിട്ട് തോന്നുന്നത്? അതാ മനസ്സിലാവാത്തത്. അവൾ ഈ കുടുംബം തകർക്കുമോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞത് ശരിയാ. ഇങ്ങനെ ഒരുത്തിക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ഭാവി എന്താവും? അത് ചിന്തിച്ചു ആരെങ്കിലും? അമ്മയും അച്ഛനും മോശമായാൽ അതിനേക്കാൾ മോശമാവും അവരുടെ കുട്ടികൾ. അതെങ്കിലും അവളൊന്ന് ഓർക്കണ്ടേ? എന്താ ഇത് ഓർക്കാത്തത്? ഇപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് പോയത് കേട്ടോ? മുത്തശ്ശിക്ക് നല്ല ഭയം ഉണ്ടെന്ന്. അതിനേക്കാൾ ഭയമുണ്ട് ഇപ്പോൾ മുത്തശ്ശന്. അതും എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാം നയന എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, നിനക്കറിയോ ഒരു കാര്യം? നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ. എൻ്റെ അച്ഛനും അമ്മയും വേദനിക്കുന്നതിനേക്കാൾ വേദനയാണ് എനിക്ക് മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറയുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ ചേച്ചിയെ തിരുത്താൻ പറ്റുമെങ്കിൽ നീയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ആദർശ് പറഞ്ഞിട്ട് ആദർശം അപ്പുറത്തേക്ക് പോയി കേട്ടോ. നയനയ്ക്ക് ആകെ വിഷമായി. എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത ഒരാളാണ്. അപ്പം നയന നേരെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഫോണൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം നേരെ ചെന്നിട്ട് ആകെ ദേഷ്യപ്പെട്ടല്ല, സങ്കടപ്പെട്ടാ പറയണത്. ആദർശേട്ടൻ ചോദിക്കുന്നത് ശരിയല്ലേ? ഈ വീട്ടിലുള്ളവർക്കെല്ലാം ചേച്ചി ചെയ്യുന്നത് തെറ്റാ. എനിക്കും അങ്ങനെ തന്നെയാ.
ചേച്ചിക്ക് മാത്രം എന്താ ശരിയായിട്ട് തോന്നുന്നത്? അതിനുള്ള ആൻസറെ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഈ വീട്ടിലുള്ള മറ്റുള്ളവരെയും നിന്നെയൊന്നും നോക്കേണ്ട കാര്യമില്ല. ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയാ എല്ലാവരും ഇത് ക്ഷമിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. എന്നാൽ അതൊരു കെട്ടുകഥയാണ് എങ്കിൽ ഇവിടെ ആർക്കും അറിയില്ല, അത് മനസ്സിലാക്കുക. ചാടി എഴുന്നേറ്റു. നീ എന്താണെങ്കിലും പറഞ്ഞല്ലോ നീ അറിയിച്ചു നടക്കാനായിട്ട്. നിനക്ക് ഞാൻ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോകണം, പിന്നെ ഞാനൊരു കള്ളിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കണം. അതുകൊണ്ട് മനസ്സിലാത്ത് കിടന്നിങ്ങനെ വീർപ്പ് മുട്ടുക എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലാന്ന് പറയാൻ. അങ്ങനെ ഒരു വീർപ്പ് മുട്ടിലുണ്ടെങ്കിലേ എനിക്കെല്ലാം അറിയിച്ചൂടെ? അല്ലെങ്കിൽ അറിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൂടെ? നീ അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേച്ചി ചെയ്തൊന്നും തെറ്റല്ല. ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയണത് നയനെ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു ആട് പുറത്തു വന്നു, അത് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അതിനെ പ്രശംസിച്ചുകൊണ്ട് പലരും വന്നു, ചാനലുകാരുൾപ്പെടെ. അതിൻ്റെ അസൂയ അനന്തമൂർത്തി ഉൾപ്പെടെ എല്ലാവർക്കും. അനന്തമൂർത്തിയോ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു നയന. എടി, ഇന്ന് വരെ നമ്മുടെ ഭർത്താക്കന്മാര് അനന്തമൂർത്തിയുടെ കൊച്ചുമക്കൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അവരെ മറ്റൊരു നക്ഷത്രം ഉദിച്ചു വന്നപ്പം അതിനെ മുളയിലെ നുള്ളിക്കളയാനാ എല്ലാവരും ശ്രമിക്കുന്നത്. അങ്ങനെ അസൂയം കുശുമ്പുള്ള ആൾക്കാരല്ല ഈ വീട്ടിലുള്ളത്. എന്നാൽ അനന്തപുരിയിലെ ഒരംഗം പേരുദോഷം കേൾപ്പിക്കുന്നത് ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല. ആരാ പേരുദോഷം കേൾപ്പിച്ചത്? അങ്ങനാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വഴിവിട്ട് നടക്കുന്നതെന്ന് പറയേണ്ടി വരില്ലേ? ഒരു പരസ്യമായാലും സിനിമയായാലും സംവിധായകനും നിർമ്മാതാവും ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യേണ്ടി വരും. അത് കാണുന്ന പ്രേക്ഷകർക്ക് ഇമ്പ്രസ് ചെയ്യുന്ന എന്താണോ അത് ചെയ്തേ പറ്റൂ. ഞാനിത്തിരി മോഡേണായി, അതെ, എൻ്റെ കോ ആക്ടറോട് ഞാനിത്തിരി കുറച്ച് അടുപ്പം കാണിച്ചു, അഭിനയിച്ചു. എൻ്റെ ഭർത്താവിന് പ്രശ്നമല്ല, അഭി എന്നെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചിയുടെ തലക്കകത്തെ ആൾതാമസമില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. അഹങ്കാരികളായ പെൺകുട്ടികൾ അവരുടെ ഭാഗത്തെ ന്യായം ഏതു നേരവും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ അമ്മ പോലും ഇപ്പം പറയുന്നുണ്ട്, അമ്മ ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന്. അമ്മയാണ് ചേച്ചിയെ വഴി തെറ്റിച്ചതെന്ന് വരെ പറയുന്നുണ്ട്. അത് ശരിയാ. അങ്ങനെ തെറ്റുകൾ സമ്മതിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, അതാദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഈ അനന്തപുരി തറവാട്ടിൽ കയറിക്കൂടാനുള്ള യാതൊരു യോഗ്യത നമുക്കാർക്കുമില്ല. പക്ഷേ നമ്മൾ എങ്ങനെയോ ഇവിടെ കയറിപ്പറ്റി കഴിഞ്ഞു. ഞാൻ ഇഷ്ടപ്പെടാതെയും ചേച്ചി താല്പര്യത്തോടെയും. ഇനി ഇവിടെയുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് മുതിർന്നവരുടെ ഉപദേശങ്ങളും വാക്കുകളും കേട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴും കലിപ്പിലിങ്ങനെ നിൽക്കുകയാണ് നവ്യ. എന്ത് ചെയ്യാൻ അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നെ കാണുന്നത് നന്ദുവിനെയും അതുപോലെ തന്നെ അനിരുദ്ധിനെയാണ് കേട്ടോ, അനീനെ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ജോഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനി മടുത്തു. എൻ്റെ നന്ദു, എനിക്ക് വയ്യ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ബോഡി ഫിറ്റാക്കണമെങ്കിൽ ചെയ്തേ പറ്റൂ. വന്ന ഇങ്ങോട്ട് അനി എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഇപ്പം 4-5 കിലോമീറ്റർ ആയില്ലേ, ഇനി ഒരു 2-3 കിലോമീറ്ററുകൾ വേണം, പിന്നെ തിരിച്ചും. അയ്യോ, അത് പറ്റില്ല, നമുക്കൊരു ഓട്ടോറിക്ഷയിൽ പോകാം എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകാനാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് പോയച്ചാൽ മതി, ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നടക്കാം എന്ന് പറഞ്ഞ് ഇവർ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നന്ദു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഓടി വരികയാണ് കേട്ടോ. നന്ദു, എന്താണെങ്കിലും കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞു. എന്താടാ? ഞാൻ കണ്ടു, ആട് കണ്ടു കേട്ടോ, നിൻ്റെ ചേച്ചി അഭിനയിച്ച ആ പരസ്യം. കസറിട്ടുണ്ടല്ലോ. മക്കൾ കോടികളുടെ പുറത്തിരിക്കണമെന്നാണ് നിൻ്റെ അമ്മയുടെ പണ്ട് മുതലേ ആഗ്രഹം. എന്നിട്ട് വലിയ വീട്ടിലേക്ക് പോയിട്ടും നിൻ്റെ ചേച്ചിയോട് പറഞ്ഞു കാണുമായിരിക്കും ഇതുപോലെ വൃത്തികെട്ട പരസ്യത്തിൽ അഭിനയിക്കാൻ. ഇതിനകത്ത് എൻ്റെ അമ്മയെ പ്രതിയാക്കണ്ട. ചേച്ചി അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിനെൻ്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ മുഖത്ത് പാട് വീഴും. പോവാനല്ലേടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് നന്ദു ഭയങ്കരമായിട്ട് തള്ളി അവനെ വിടുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനവിടെ മാറി നിന്നിട്ട് നിൻ്റെ ചേച്ചി കഴിഞ്ഞാടി നടക്കാം, പറയുന്നതിനാ കുറ്റം എന്ന് പറഞ്ഞു. നന്ദു എന്ന് വിളിച്ച് അനി പുറകെ ചെല്ലുകയാണ്. എന്തിനാ നന്ദു ഈ വായി നോക്കിയാൽ എന്തെങ്കിലും പറയുന്നതിന് ഏറ്റുപിടിക്കുന്നത്? പിന്നെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പ്രതികരിക്കണ്ടേ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് നന്ദു, നീ ഒരു തീപ്പൊരിയാ. നിൻ്റെ കൂടെ നടന്നാലേ ചിലപ്പോൾ എനിക്ക് തല്ലുകൊള്ളും. എന്നാ നടക്കണ്ട, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, അങ്ങനെ പിണങ്ങി പോവല്ലേ. അനി, എനിക്ക് എൻ്റേതായ കുറേ രീതികളുണ്ട്, അതനുസരിച്ചേ ഞാൻ പോവുള്ളൂ. അതാരായാലും തിരുത്തുന്നത് എനിക്കിഷ്ടമല്ല. ആയിക്കോട്ടെ. അഹങ്കാരവസ്തുക്ക് പിടിച്ച സുന്ദരി, നിന്റെ തല്ലുകൊള്ളാനും വേണം ഒരു ഭാഗ്യം എന്ന് പറയണം. അതെ വേണ്ട, നീ മര്യാദയ്ക്ക് പാടാതെ നടന്നാൽ മതി.
ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരൂടെ നടക്കുകയാണ്. അപ്പോൾ ജോഗിങ്ങിനുള്ള മൂടൊക്കെ കളഞ്ഞു അനിയുടെ. സാനിയും നമ്മുടെ നന്ദു ആകെ അപ്സെറ്റായി കേട്ടോ അത് കേട്ടപ്പോൾ തന്നെ. പിന്നെ കാണുന്നത് നമ്മുടെ കനകേനെയാണ്. അപ്പോൾ കനക എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നന്ദു വരുന്നത്. നന്ദു ആകെ കലിപ്പിലാണ്. കേട്ടതൊക്കെ അറിയണമല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കനക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ പൊന്നമ്മേ, ഇനിയിപ്പോഴേ തലയിൽ ഒരു മുണ്ടിട്ട് നടക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. നവ്യയുടെ പരസ്യം വൈറലായി. അപ്പം അച്ഛനും വരികയാണ്. നിൻ്റെ ചേച്ചി എന്ന് തുടങ്ങിയെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. ഞാൻ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാം മോളെ എന്ന് പറഞ്ഞു അച്ഛൻ. എന്തൊരു കഷ്ടമാണ്. പലരും വിളിച്ച് കാര്യങ്ങൾ തിരക്കാറുണ്ട്. വിളിക്കുന്നവരൊക്കെ ചോദിക്കുന്നതേ ദേ ഈ മോള് തന്നെയാണോ ഇത് അഭിനയിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് പറ, അറിയില്ല. അവരോടൊക്കെ എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. എന്നിട്ടും അവക്കൊരു കൂസലില്ലല്ലോ എന്നിങ്ങനെ പറയാം. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോഴേ അസൂയക്കാർ ഓരോന്ന് പറയുന്നതെന്നാ അവൾ പറയണത്. ഞാൻ പറഞ്ഞില്ലേ ഭൂലോക സുന്ദരിയാണെന്ന വിചാരം. ഈ കാണിക്കുന്നതൊക്കെ ആർക്കും കഴിയാത്ത കാര്യമെന്നാ ചിന്തിക്കുന്നത്. ഒരവസരം കിട്ടിയാൽ അവൾ ഈ പരസ്യത്തിലേക്കും സിനിമയിലേക്ക് തിരിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആദ്യം അവളെ കൊണ്ടുപോയ വീട്ടുകാർക്ക് അതിൽ താല്പര്യമുണ്ടോ എന്ന് അവൾ ശ്രദ്ധിക്കണ്ടേ. പിന്നെ നവ്യയെ പോലുള്ള ഒരു പെൺകുട്ടി ആ മേഖലയിലേക്ക് തിരിഞ്ഞാൽ അവൾ എല്ലാവരുടെയും മുഖം മറക്കും. പണവും പ്രശസ്തിയും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വന്ന വഴി മറക്കുന്നവർ എല്ലാം നശിപ്പിക്കും. അവൾ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ നശിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും പിന്നെ ജീവിക്കുന്നത്. കുടുംബം തകരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാകെ ടെൻഷനായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ അബി എന്ന് പറയുന്നത് അവൻ മനസ്സിൽ കാണുന്നതും അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ പിന്നെ വലിയ സ്ത്രീധനം വാങ്ങി പെണ്ണ് കെട്ടാനിരുന്നവനല്ലേ, അതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ കാണും അയാൾക്കും അയാളുടെ അമ്മയ്ക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അവളെ ഓരോ വേഷം കെട്ടിച്ച് ഇറക്കുന്നതായിരിക്കും. എന്നാൽ ഈ വിവരദോഷി പെണ്ണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ. സ്വന്തം വീട്ടിലെയും കയറി ചെന്ന വീട്ടിലെയും സാഹചര്യം നോക്കി ജീവിക്കാനായിട്ട് നയനമോക്ക് മാത്രമേ അറിയൂ എന്ന് അച്ഛൻ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം നമ്മുടെ മക്കളുടെ മൂത്തതാണെങ്കിലും അതിനുള്ള പാകതയും പക്വതയും ഒന്നും നവ്യക്കില്ല. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരിക്കും അല്ലേ. കഷ്ടം തന്നെ. എന്ത് ചെയ്യാനാ. നമ്മുടെ ഒരു മോളാണെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാടിൻ്റെ അന്തസ് കാത്തു സൂക്ഷിക്കുമ്പോൾ മറ്റൊരുത്തി മോളാണെങ്കിൽ ഇരട്ടിക്ക് കളഞ്ഞു കുളിക്കുക. ഒരു പറഞ്ഞിട്ടിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു കനകയാകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അച്ഛാ പഴയതുപോലെ സംഭവിക്കും അച്ഛാ, അതാ ഇപ്പം എൻ്റെ പേടി എന്ന് നന്ദു ഇങ്ങനെ അച്ഛനോട് പറയാം. എനിക്ക് സമനില തെറ്റിയാ മുന്നേ നിൽക്കുന്ന ആരാന്നറിയാതെ ഞാൻ പ്രതികരിച്ചു എന്ന് വരും. അതാ ഇപ്പം എൻ്റെ പേടി എന്ന് പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ദേവയാനിയും ജലജേനെയും മുത്തശ്ശിനെയും കാണുന്നത് കേട്ടോ. അപ്പം ജലജ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജലജയോട് എങ്ങനെ സംസാരിക്കുന്ന ഇവരെല്ലാവരും, ഇതിനെക്കുറിച്ചാണ് ഏറ്റവും വലിയ സങ്കടം ഇവർക്ക് എല്ലാവരും. ആകെ അനന്തപുരിയിൽ എല്ലാവരും ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മോനൊരു അബദ്ധം പറ്റിപ്പോയി. അവളുടെ സൗന്ദര്യത്തിലും സംസാരത്തിലും വഴങ്ങി അവൻ്റെ വളയിൽ വീണു പോയി. അല്ലാതെന്താ, അന്ന് വലിയ പണക്കാരിയാണെന്നും ഒറ്റ മോളാണെന്നും ഒക്കെയാണ് അവയെ ധരിപ്പിച്ചു വച്ചിരുന്നത്. പിന്നെ എങ്ങനെയാ അവൾ മിടുമിടുക്കിയായതുകൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ പേരുദോഷവും കേൾപ്പിച്ചു. പിന്നെ കൈ പിടിച്ച് കയറ്റാതെ പിന്നെ നിവർത്തിയില്ലല്ലോ. നീ കൂടുതലൊന്നും മോനെ ന്യായീകരിച്ച് പറയണ്ട ജലജേ. അവൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് ആലോചിച്ച പെൺകുട്ടിയല്ലായിരുന്നു അവൾ. പിന്നെ അഭിയന്തിനാ അവനെ ഓവർടേക്ക് ചെയ്ത് അവനെ വശത്താക്കിയത്. അതുകൊണ്ട് ഏട്ടത്തിയുടെ മോനും തന്നെയാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മുത്തശ്ശി വന്നപ്പോഴത്തേനും, മോനെ ഇനി ആ പരസ്യം ഇനി പ്രദർശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ല വഴിയുണ്ടോ? അത് പ്രചരിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ആകെ മാനക്കേടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് പറയണം, നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട, ഞാനത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് നവ്യ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ഇവളുടെ രക്തം തിളച്ചു. ആര് പറഞ്ഞു നിങ്ങളോടത് ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ എന്ന് ചോദിച്ച് ഇവൾ ചൂടാകാണ്. ഞാൻ ചോദിച്ച് കേട്ടില്ലേ, അത് ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്കാരും അധികാരം തന്നാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. നീ എന്താ നവ്യ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശി. അഹങ്കാരം അല്ലാതെന്താ എന്ന് പറഞ്ഞു ജലജ. അപ്പോൾ ഇവരിങ്ങനെ ദേവയാനിയുണ്ട് കേട്ടോ. അതിപ്പം തന്നെ ഒരുപാട് പ്രചരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവൻ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത് എന്ന് പറഞ്ഞു.
നവ്യ, നീ ചെയ്തത് തെറ്റാണെന്ന് നിൻ്റെ അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞോ? എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വികൃതമായി ചിന്തിക്കുന്ന ആരെയും കാണില്ല, ഈ കുടുംബത്തെ കാണൂ എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് ദേ ചേച്ചി, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് ചോദിച്ചു. അതെ, ഈ വീട്ടിലേക്ക് കയറാൻ കഴിഞ്ഞത് എൻ്റെയും ചേച്ചിയുടെയും ഒക്കെ മഹാഭാഗ്യ. എന്നിട്ട് നമുക്ക് ഈ വീട്ടിൽ കയറാൻ എന്ത് യോഗ്യതയുള്ളത്? പറ ചേച്ചി. ചേച്ചിയുടെ പരസ്യം കൂടുതൽ ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ ചേച്ചിയുടെ പേരിൽ ഇവിടെ ആരും അറിയിക്കാൻ തോന്നില്ല. പിന്നെ അത് മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണെന്ന് പലരും പറയും. അതിൽ ഈ കുടുംബത്തിന് അപമാന. അത് ചേച്ചി ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആ പരസ്യം ബ്ലോക്ക് ചെയ്തെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയൂ എന്ന് പറഞ്ഞു നയന. ആരും എനിക്ക് സപ്പോർട്ടില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ചേച്ചിയാണെന്ന് മിണ്ടാതെ ഇനി ഒരു അക്ഷരം മിണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചിയാണെന്ന് നോക്കാതെ എൻ്റെ കൈ നിൻ്റെ കവളത്ത് വീഴും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു നയന. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ഇവർക്കൊക്കെ സന്തോഷമായിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനി എഴുന്നേറ്റിട്ട്, നീ ഞങ്ങളെ ചോദ്യം ചെയ്യാതെ നീ നിൻ്റെ പാട് നോക്കി പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ നവ്യ ചവിട്ട് തുള്ളി അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ ജാനകി ഉണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കാം, മോളെ മോക്ക് ഇങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇത് ഭദ്രകാളിയുടെയും ദുർഗയുടെയും ഒന്നും കോപമല്ല, ഇത് ഭൂമിദേവിയുടെ കോപമാണ്. എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മോള് അവസരം വന്നപ്പോൾ പറയേണ്ടത് പറഞ്ഞു എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവയാനി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ദേവയാനിക്ക് നയനെ ഇഷ്ടമാണ്. അപ്പം മുത്തശ്ശി പറയുക, മൂത്തവരെ ബഹുമാനിക്കണം, അനുസരിക്കണം. പക്ഷേ അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ തിരുത്താനും ശ്രമിക്കണം. അതിൽ നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാണ്, അതെ ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ഡ്രാമയാണെന്ന് ആർക്കറിയാം എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശി പറഞ്ഞു, ആ ഡ്രാമ, അങ്ങനെ ഡ്രാമ കളിക്കുന്നത് നീയും നിൻ്റെ മോനും മാത്രമാണ്. അതുകൊണ്ട് ആ വഴിക്കൊന്നും നീ തൽക്കാലം സംസാരം പോവണ്ട എന്ന് തന്നെ മുത്തശ്ശി അങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പം നയനി ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷമായി. ആദർശനും സന്തോഷമായി കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ആദർശം നിൽക്കുന്നത്. അപ്പോൾ അതേണ്ട റൂമിലേക്ക് കയറി വന്ന് ഇതെല്ലാം കൂടെ ഓരോന്നായിട്ട് തട്ടിപ്പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അബിയും അതുപോലെ തന്നെ ജലജ നിൽക്കുക. അവളുടെ ജീവിതം കുളം തോണ്ടും. അതിനുള്ള പുറപ്പാടാ അബി ഈ കാണിക്കുന്നത്. അവൾ ഈ റൂമിനകത്ത് കാണിക്കുന്ന ഈ പ്രകടനം പുറത്തായിരുന്നെങ്കിൽ എല്ലാം കുറച്ചുകൂടെ വേഗത്തിലായനെ. ലക്ഷങ്ങൾ കൊടുത്ത ആ പരസ്യം ബ്ലോക്കാക്കിയത്, ആ പൈസയും വെറുതെ പോയി. പോട്ടെ, അവളെ ഇങ്ങോട്ട് കൈ പിടിച്ചു കയറ്റാൻ അവനും അവൻ്റെ മുത്തശ്ശനും വലിയ ഉത്സാഹമായിരുന്നല്ലോ. അവന് കിട്ടേണ്ടത് കിട്ടട്ടെ എന്ന് പറഞ്ഞു ജലജ. അപ്പം ഇങ്ങനെ നോക്കണം, നീയേ അവളെ ഒന്ന് തിളപ്പിക്കണം. അവൾക്ക് കട്ട സപ്പോർട്ട് കൊടുത്തിട്ട് എല്ലാവരുമായിട്ടും അവളെ തെറ്റിച്ച് മാറ്റണം. അതല്ലേ അമ്മേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേണം. ഇപ്പം ചെയ്യുന്നത് പോരാ, അതിൻ്റെ കുറച്ചുകൂടി ഡോസ് കൂട്ടണം. അവസാനം അവൾ കാരണം പൊറുതി മുട്ടണം ഈ വീട്ടിലുള്ള ഓരോരുത്തരും. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനെടുത്ത മുൻകൈ എടുത്ത നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ അവളെ കൊണ്ട് കളയടാ എന്ന് നിന്നോട് പറയണം. അവളെ നീ കൊണ്ട് കളയരുത്, അവരെ തന്നെ കൊണ്ട് കളയണം. മനസ്സിലാവുന്നുണ്ടോ? അതെ, അതിലേക്ക് കാര്യങ്ങൾ ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നവ്യ. അത് ആർട്സ് ബ്ലോക്ക് ചെയ്തതിൻ്റെ ദേഷ്യത്തിലാണ്. അപ്പോൾ ഇവളുടെ കാണിക്കുന്ന പെർഫോമൻസ് എല്ലാം കണ്ട് നോക്കി നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പോൾ ഇവർ മൂപ്പിക്കുകയാണ്, ഇവളെ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വന്നാൽ എങ്ങനെ ജീവിക്കും? ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ബന്ധം ഇത്. എൻ്റെ സമയദോഷത്തിന് വന്ന് വെട്ടുപോയതാ. വന്ന് പെട്ടതല്ല, പെടിച്ചതെന്ന് പറയുന്നതായിരിക്കും ശരി. അവൾ കോടീശ്വരിയാണെന്നും ആദർശിന് അവളെ കിട്ടരുതെന്ന് പറഞ്ഞ് നീ കാണിച്ച പണിയാ നിന്നെ ഈ കുരുക്കിക്കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അല്ലാണ്ടെന്താ? ഇനി ആ കുരു കഴിക്കാൻ നീ തന്നെ നോക്ക്, അതേ പറ്റൂ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, എന്തോ ഒരു കഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഗൂഢാലോചനയായിട്ട്. എന്നിട്ട് ഇവനെയും കൂട്ടിക്കൊണ്ട് അമ്മ അങ്ങ് പോയിട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.